ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ 5ാമത്തെ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫോളോ ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത സ്റ്റിച്ച് പോലെ തന്നെ ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതുവരെ ചെയ്ത സ്റ്റിച്ചിനേക്കാളും ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളൊരു സ്റ്റിച്ചാണിത് കേട്ടോ. ഇത് നമ്മൾ 3 ഇഴ നൂല് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ നൂലിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പിരിച്ചു കൊടുത്തിട്ട് വേണം അത് അടർത്തി എടുക്കാൻ, അല്ലെങ്കിൽ കെട്ട് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇഴ അതിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ ഓരോ സ്റ്റിച്ചും നീഡിൽ ബാക്കിലോട്ട് കുത്തിയിറക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഒരു ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഒന്ന് മേലോട്ട് മാറിയിട്ടാണ് നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ മേലോട്ട് മാറിയിട്ട് നമ്മൾ ഇതുവരെയൊക്കെ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇതൊന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമ്മൾ സൂചി പൊക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ബാക്കിലോട്ടാണ് ഈ നീഡിൽ സൂചി നമ്മൾ താഴ്ത്തി കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലോട്ടല്ല, ബാക്കിലോട്ട്. പേര് പോലെ തന്നെ ബാക്കിലോട്ടാണ് നമ്മൾ നീഡിൽ താഴ്ത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചായി. ഇനി അടുത്തത് ഇതുപോലെ നമ്മുടെ ആ സെയിം ലെങ്ത്തിൽ നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം മുന്നേ ഇട്ട ആ സ്റ്റിച്ചിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെ നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് നീഡിൽ ബാക്കിലോട്ട് താഴ്ത്തിയിട്ട് സ്റ്റിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഓരോ സ്റ്റിച്ചും ബാക്കിലോട്ട് നീഡിൽ താഴ്ത്തിയിട്ടാണ് ഓരോ സ്റ്റിച്ചും നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സൂചി പൊക്കിയെടുക്കുക, ഫ്രണ്ടിലോട്ടൊന്ന് പൊക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് താഴ്ത്തിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ നേരെ ശ്രദ്ധിച്ച് വീഡിയോ കാണുക കേട്ടോ. ബാക്കിലോട്ട് നീഡിൽ താഴ്ത്തിയിട്ട് സ്റ്റിച്ച് ഇടുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ നമുക്ക് ഏതൊരു ഡിസൈന് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇത് കേട്ടോ. ആളുകളുടെ ഫേസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സ്റ്റിച്ചാണ് ഉപയോഗിക്കുക. കാരണം ഏതൊരു വളവിലൂടെ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ മുന്നത്തെ സ്റ്റിച്ചിലൊക്കെ പെട്ടെന്ന് കഴിയാനുള്ളൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ താഴോട്ട് നീഡിൽ ഇറക്കലും അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നീഡിൽ മുകളിലോട്ട് ആ പൊക്കലും നമ്മൾ ഒരുമിച്ച് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഒരു സ്റ്റിച്ച് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറക്കലും അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നീഡിൽ മുകളിലോട്ട് എടുക്കുമല്ലോ ഫ്രണ്ടിലോട്ട്, അതും നമുക്കിങ്ങനെ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ചെയ്ത സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിൻറ്റിലാണ് നമ്മൾ നീഡിൽ കുത്തിയിറക്കുന്നത് അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സ്റ്റിച്ചിലൂടെ ഇറങ്ങരുത്. അപ്പോൾ സ്റ്റിച്ച് സ്പ്ലിറ്റായി പോവും. അതിൻ്റെ എൻഡിങ് പോയിൻറ്റിലൂടെ തന്നെ വേണം നീഡിൽ ഇറക്കിയിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊരൊറ്റ സ്റ്റിച്ചാണ് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ സ്റ്റിച്ച് ഫോം ചെയ്യാൻ നമ്മൾ ബാക്കിലോട്ട് നീഡിൽ ഇറക്കുക. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പൊക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ലൈനാൾ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിനി അവിടെ കെട്ടിടുകയാണ്. കെട്ടിടുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കെട്ടിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെട്ടിടുമ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ നന്നായി വലിച്ച് ചുളികളൊക്കെ നേരെ ആക്കിയിട്ട് വേണം കെട്ടിടാൻ കേട്ടോ. അല്ലെങ്കിൽ അവിടെ ടൈറ്റായി ചുളിഞ്ഞ് നിൽക്കും. നമ്മളിത് റിങ്ങിട്ട് ചെയ്യുന്നതല്ലല്ലോ സ്റ്റിച്ച് ബോർഡ്. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡ് നമ്മുടെ മെഷീൻ സ്റ്റിച്ച് പോലെയാണ് കേട്ടോ. ഇനി നമുക്ക് മോട്ടിഫിലോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനൊരു പിക്ചർ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ കോപ്പി ആപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ, അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിത് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ കളർ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എഴുതിയിട്ടുള്ളതും പെൻസിലോട്ടാണ് കേട്ടോ. ഞാൻ നോർമലായിട്ടുള്ളൊരു ഫോട്ടോ നിന്ന് തന്നെയാണ് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഫോട്ടോനെ പെൻസിൽ ഡ്രോയിങ്ങിലേക്കൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പെൻസിൽ സ്കെച്ച് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന അതെടുക്കാം. അല്ലെങ്കിൽ അതിലും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് അതിൽ പറയുന്നെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ആളുകളെയും അതുപോലെ ഫേസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റിച്ചാണ് ഉപയോഗിക്കുക. കാരണം നമുക്ക് ഏതൊരു വളവുള്ള ഡിസൈൻ ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഡിസൈനിലൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ചെവിയുടെ ഭാഗമാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കാണിച്ചതുപോലെ നമ്മളുടെ ആ ഒരു ലൈനിൽ നിന്ന് ഒന്ന് മാറിയിട്ട് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് താഴ്ത്തുക കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ മോട്ടിഫ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസാവും. അപ്പോൾ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ ക്ലോത്ത്. എനിക്ക് കൂടുതൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താഴ്ത്തുക പിന്നെ പൊക്കുക അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഫിനിഷിങ് തോന്നാറ്. ഇനി പെട്ടെന്ന് ചെയ്യാൻ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ മാക്സിമം ചെറിയ സ്റ്റിച്ചുകളായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. കാരണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വലിയ സ്റ്റിച്ചിട്ട് പോയാൽ നമ്മുടെ ഷേപ്പൊക്കെ മാറും. ഡിസൈനിലുള്ള ഒരു ബെൻഡിങ് ഒക്കെ അതൊക്കെ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടണമെങ്കിൽ ചെറിയ സ്റ്റിച്ചിൽ ചെയ്യണം. വലിയ സ്റ്റിച്ചിട്ട് പോകരുത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ ഈ ചെവി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഈ ചെവി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫ്രണ്ടിലോട്ടായിട്ട് നീഡിൽ പൊക്കിയെടുത്തു. എന്നിട്ട് ബാക്കിലോട്ട് താഴ്ത്തി ഫ്രണ്ടിലോട്ട് പൊക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനെയാണ് കൂടുതൽ ഫിനിഷിങ് തോന്നുക. നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് താഴോട്ടാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈന് താഴോട്ടാണ്. ഒന്നും നോക്കാനില്ല. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ കുറച്ച് മാറിയിട്ട് മേലോട്ട് നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ ഈ സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. നമ്മൾ ലൈൻ എവിടെയാണോ അവിടെ പൊക്കിയെടുക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ നമുക്ക്. ഇപ്പോൾ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അല്ലേ. അപ്പോൾ അടുത്ത ലൈന് തൊട്ടടുത്ത ലൈനിൽ തന്നെയാണ്. അടുത്ത ലൈൻ കണ്ടില്ല, തൊട്ടടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ ഒരു എൻഡിങ് പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ത്രെഡ് അങ്ങോട്ട് വലിച്ച് ചെയ്യാം. കാരണം ചെറിയൊരു സ്റ്റിച്ചല്ലേ അവിടെ വരുള്ളൂ. അധികം ഒരു ഡിസ്റ്റൻസ് ഇല്ലല്ലോ രണ്ട് ലൈനും തമ്മിൽ. അല്ല നമ്മൾ കുറച്ച് വിട്ടിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, ഒരു ലൈനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ നീഡിലിനെ നമ്മൾ അങ്ങോട്ട് വലിച്ച് ഈ ത്രെഡ് അത്രയും അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ നേരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തികേടാണ്. നമ്മുടെ ബാക്ക് സൈഡ് ആണെങ്കിലും അതിൻ്റേതായ ഒരു വൃത്തിയിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ എനിക്കവിടെ ത്രെഡ് കുറവായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട്
തൊട്ടടുത്ത ലൈന് കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഫേസിൻ്റെ ഇത്രയും ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് ഞാൻ വീഡിയോ ഇപ്പോൾ ഒന്ന് ഓണാക്കാൻ മറന്നു പോയി. ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒന്നുമില്ല, ഇതുവരെ ചെയ്ത പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരിക കേട്ടോ. അങ്ങനെ ഫേസിൻ്റെ ഈ ഒരു 4 ഭാഗവും, ഈ ബോർഡറായിട്ട് വരുന്ന 4 ഭാഗവും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഫേസിലെ കണ്ണ്, മൂക്ക്, ചുണ്ട് അതൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ അത്ര ഒരു കളറിൽ നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ 3 ഇഴ നൂല് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ കണ്ണ് മൂക്കൊക്കെ ഞാൻ 2 ഇഴ നൂല് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പോലെ 3 ഇഴ നൂല് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതുപോലത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മെത്തേഡിലൂടെ ചെയ്തു തരാം കേട്ടോ. ഇപ്പം ഞാൻ കണ്ണിൻ്റെ മേലുള്ള ഒരു ലൈനുണ്ട്, അത് നമ്മളൊരു ഷെയ്ഡിങ് പോലെയൊക്കെ വരുന്ന ഒരു ലൈനാണ്, അതാണ് ചെയ്യുന്നത് കേട്ടോ. 2 ഇഴ നൂല് വെച്ചിട്ടാണ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് ബാക്ക് സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് വരികയാണ് കേട്ടോ. ഇപ്പോൾ 2 കണ്ണിൻ്റെയും മേൽഭാഗത്ത് ആ ലൈൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ണ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെ ഒരു ലൈനും കൂടെ വരുന്നുണ്ട്, അത് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ണുകൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൃഷ്ണമണി ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് വേറെ സ്റ്റിച്ച് ഉപയോഗിക്കും, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സായ ബാക്ക് സ്റ്റിച്ചിനാണ്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മൂക്കിന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം ഓരോ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ച് ചെയ്യണം, പ്രത്യേകിച്ച് ഇതുപോലെ വളവൊക്കെ ഉള്ള ഭാഗത്ത്. അപ്പോൾ എന്നാൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ നോസ് ലിപ്പൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയർ, അതുപോലെ താടിയൊക്കെ ചെയ്യാനുണ്ട് അല്ലേ. അതുപോലെ കൃഷ്ണമണി അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. റണ്ണിങ് സ്റ്റിച്ച് ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണല്ലോ. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്ര കണ്ടാൽ മതി കേട്ടോ. ഈ വർക്ക് തന്നെ ഇത് കണ്ടിട്ട് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറഞ്ഞു തരുന്നത്. നമ്മളിതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വേറൊരു സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് എന്നാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നവർ വീഡിയോ ഇത്ര കണ്ടാൽ മതി. ഈ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഏത് ക്ലാസ്സാണോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ വർക്ക് തന്നെ ആയിരിക്കണം കൂടുതലും ആ ഒരു മോട്ടീഫിൽ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ചില ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വേറെ സ്റ്റിച്ച് ആഡ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ നോസിൻ്റെ ഈ ഭാഗത്ത് കണ്ടില്ല, അവിടെ ഒരു ഷെയ്ഡിങ് പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ
ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഒരൊറ്റ സ്റ്റിച്ച് ഈ നോസിലും മറ്റേതിലും അങ്ങനെ ഓരോ സ്റ്റിച്ചായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഐബ്രോ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പിരികാണ്. അത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പിരികൻ നല്ല തിന്നായിട്ടുള്ള കട്ടിയില്ലാത്ത പിരികാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല കട്ടിയുള്ള പിരികുള്ളവരുടെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വീതിയിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഒരു ബോക്സ് പോലെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്തുന്നത്. ഈ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് നമ്മൾ സ്റ്റിച്ച് ഇടും. അങ്ങനെ ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ? വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു അറ്റത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഐബ്രോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റം ഭാഗത്തേക്കൊന്ന് താഴ്ന്നിട്ട് ഒന്ന് കട്ടി കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട് ചെയ്യുക. സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു കട്ടി കുറഞ്ഞ പോലെ ആക്കിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 ഐബ്രോയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 ഐബ്രോയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് കൃഷ്ണമണി ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ കൃഷ്ണമണിയുടെ ഒരു റൗണ്ട് ഇതിൽ വരച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതിൽ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അധികം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ത്രെഡ് കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കെട്ടിടാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോട്ട് നമ്മൾ ഫില്ല് ചെയ്യാതെ വിട്ട് കൊടുക്കണം. വൈറ്റ് കളറിൽ തന്നെ ഒരു ചെറിയൊരു ഡോട്ട് ഭാഗം നമ്മൾ വിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം, വീഡിയോ നേരെ കാണാം. അപ്പോൾ കൃഷ്ണമണി ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണോ ഗ്യാപ്പ് വരുന്നത് അതൊക്കെ നോക്കി ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടേക്ക് ഗ്യാപ്പ് വരുന്നത് അതൊക്കെ നോക്കി ഫില്ല് ചെയ്യുക. ഒരു ഡോട്ട് ഭാഗം മാത്രം നമ്മൾ വൈറ്റ് കളറിൽ വിട്ടിടുക കേട്ടോ. ഇത് അതിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഈ കണ്ണിൽ ഞാനിങ്ങനെ ചെറിയൊരു ഭാഗം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? അപ്പോഴാണ് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഒരു ബോൾ ഷേപ്പിലായിട്ട് നമ്മുടെ ആ ഒരു കൃഷ്ണമണി കാണാൻ പറ്റുള്ളൂ. ഒരു ഉരുണ്ടിട്ട് ഇങ്ങനെ ഉള്ള പോലെ തോന്നുള്ളൂ കേട്ടോ. ആ ഒരു ഒറിജിനാലിറ്റി അപ്പോഴാണ് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കണ്ണും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്താണെന്ന് വിചാരിച്ചിട്ട് ആ കണ്ണിൻ്റെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടിട്ടല്ല ഗ്യാപ്പ് ഇടേണ്ടത്. രണ്ടും ഒരു സൈഡിൽ. ഇപ്പോൾ ഇടത് ഭാഗത്താണ് ഈ കണ്ണിൻ്റെ, അപ്പോൾ ആ കണ്ണിൻ്റെ ഇങ്ങോട്ട് ഇടത് ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ കൃഷ്ണമണി അങ്ങനെ തന്നെയാണ് വരുന്നത്, നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഡോട്ടും കൊടുക്കേണ്ടത്. ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ കൃഷ്ണമണി നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോയ പോലെ തന്നെ ഇതും ഫില്ല് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ 2 കൃഷ്ണമണി ഇതുപോലെ ഫില്ല് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തത് താടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐബ്രോ ഒക്കെ ചെയ്ത പോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ താടി ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തിന്നായിട്ടുള്ള താടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള താടിയുള്ളവരുടെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ശരിക്കും നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് നല്ല ഗ്യാപ്പ് വരാതെ ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ താടി ഒന്നിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഇപ്പോൾ ചെയ്യുന്ന സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ അപ്പുറത്തെ സൈഡിലോട്ടായിട്ടാണ് കുത്തിയെടുക്കുന്നത്. വീഡിയോ നേരെ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ? ആ ബാക്ക് സ്റ്റിച്ചിനെ ഉള്ളിലോട്ടാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ താടീൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ പോലെ ആയതുകൊണ്ട് തന്നെ മറ്റേ സൈഡ് നമുക്ക് ഫുള്ളായിട്ട് കാണില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് താടി ചെയ്യുന്നത്. ഇനി നമ്മുടെ താടിയിൽ നിന്ന് മീശയിലോട്ടുള്ള ആ ഒരു ജോയിൻ ലൈൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വരികയാണ്. എന്നിട്ട് നമുക്ക് മീശ അതുപോലെ ഇപ്പോൾ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത പോലെ തന്നെ തിന്നായിട്ടുള്ള മീശ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആളുടെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. കുറച്ച് കട്ടി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടി കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ കഴുത്തിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ഒരു ലൈനുണ്ട്, അത് മുന്നേ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വിട്ട് പോയി. അപ്പോൾ അതൊന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഹെയറാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് തന്നെയാണ് ഹെയർ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അറ്റത്ത് നിന്ന് മേലോട്ട് അങ്ങനെ ഒരു സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ബാക്കിലായിട്ട് കാണുന്ന ചെറിയ പോർഷൻ അത് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് മുതൽ ഇപ്പുറത്തെ ഈ സൈഡ് വരെ നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ മുന്നേ ബാക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ സൈഡിലൂടെ അത് നമ്മുടെ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പെടണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് നേരെ ശ്രദ്ധിച്ച് നോക്കുക, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിലുള്ള ഒരു സ്ലോപ്പ്, ആ ഒരു ചെരിവിലല്ല നമുക്ക് സൈഡ് ഭാഗത്തേക്ക് സ്റ്റിച്ച് വേണ്ടത്. ഒന്നുകൂടെ ഒന്ന് മേലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണോ സ്ലോപ്പ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വിട്ടിട്ട് ആ ഭാഗത്ത് ഒരു സ്റ്റിച്ച് അങ്ങനെ ഇടുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ സ്ലോപ്പ് വേണ്ടി വരില്ല, ഒരേ ഒരു ചെരിവ് വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. നമുക്ക് കുറച്ച് വിട്ടിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് എത്ര ചെരിവാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഒരു സ്റ്റിച്ച് ഇടുക. എന്നിട്ട് രണ്ട് സൈഡിലും വരുന്ന ഗ്യാപ്പ് വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് സെപ്പറേറ്റ് ഓരോ ഗ്യാപ്പ് വന്നില്ലേ, അത് വേറെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് മറ്റേ സൈഡും ഗ്യാപ്പ് വന്നിട്ടുള്ളത്, അത് നമുക്കിനി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാം. അപ്പോൾ ചെവിക്ക് കൊടുത്ത ഒരു ബാക്ക് സ്റ്റിച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കരുത്, അതിൻ്റെ പുറത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അതവിടെ കാണണം, അത് ഇതിൻ്റെ ഉള്ളിൽ പെടുന്ന രീതിയിലല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഹെയർ, താടി, മീശ അതൊക്കെ സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചീത്ത ഭാഗം വന്നിട്ടുള്ളത്. നമ്മുടെ ആ കെട്ടുകളൊക്കെ കാണാനുണ്ട്, അല്ലാണ്ട് കണ്ടില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നൂല് വലിച്ച് ചെയ്യരുത്. അപ്പോൾ ബാഗ് കാണുമ്പോൾ ഒരു വൃത്തികേടാവും. നമുക്കിനി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ കെട്ടിൽ തട്ടിക്കാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ എഴുതിയത് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ ബാക്ക് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷന് പഠിക്കാനുണ്ട്. അപ്പോഴാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു മോട്ടിഫിലൊക്കെ 2 സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് വേരിയേഷനൊക്കെ ആയിരിക്കണം കേട്ടോ. അല്ലാണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്റ്റിച്ചുകളൊന്നും ഇങ്ങനെ ഒരു മോട്ടിഫിൽ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ അത്യാവശ്യത്തിന് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മറ്റൊരു സ്റ്റിച്ച് ആഡ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഏത് സ്റ്റിച്ചാണോ പഠിക്കുന്നത് ആ സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ മോട്ടിഫിൽ കൂടുതൽ ഭാഗം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്റ്റിച്ചും ഉൾപ്പെടുത്താം കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്